ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ്സ് ആൻഡ് ബ്യൂട്ടി ടിപ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു റവ കൊണ്ടുള്ള കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ചെറിയ റവ കൊണ്ടുള്ളൊരു കേക്ക്. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തൊക്കെയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. 1.5 കപ്പ് റവ, മൈദ 1/2 കപ്പ്, 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1 ഗ്ലാസ് പാല്, 1/2 കപ്പ് പുളിയില്ലാത്ത തൈര്, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ചെറിയ കപ്പിൽ സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, കണ്ടില്ലേ. നമുക്കാദ്യം ഒരു പാത്രത്തിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരിൽ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തൈരിനെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കട്ടയെല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് അതിലോട്ട് മിക്സ് ചെയ്ത ശേഷം ബാക്കിയിട്ട് ഇളക്കിയെടുത്താൽ മതി. കട്ടയില്ലാതെ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ മുഴുവൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓയിലും തൈരും പഞ്ചസാരയായിട്ട് നന്നായിട്ട് മിക്സായി വരണം. ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. റവ സാധാരണ നമ്മൾ ഉപ്പുമാവിന് എടുക്കുന്ന റവ, വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ്. അപ്പോൾ അതും കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കണം. അതിലേക്ക് നന്നായിട്ട് മിക്സായി വരണം. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മുഴുവൻ റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി തിക്കായിട്ടിരിക്കും. നമുക്കതൊന്ന് ആദ്യം ഇളക്കിയെടുക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മൈദയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ ഇട്ട് കൊടുക്കണം. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒരുമിച്ചിടുമ്പോൾ കട്ട കെട്ട് നന്നായിട്ട് നമുക്ക് കലങ്ങി കിട്ടുകയില്ല. അതുകൊണ്ട് എല്ലാം ഇടുമ്പോൾ ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സായിട്ട് വേണം വീണ്ടും ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെ മൈദയും അതുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഒരു പകുതി പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല കട്ടിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്നതിന് പകുതി ഒഴിച്ചു കൊടുത്തു. ഒന്ന് പതുക്കെ ഇളക്കി എടുക്കണം ആദ്യം. പാലിപ്പോൾ ഇവിടെ നന്നായിട്ട് റവയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനായിരിക്കണം നമുക്ക് എടുക്കേണ്ടത്. ഒത്തിരി വെള്ളമായി പോകരുത്, ഒത്തിരി കട്ടിയായും പോകരുത്. നമുക്കിനി ഇതിനൊരു 30 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട് റവ. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ബാക്കി കുറച്ച് പാൽ മാറ്റി വെച്ചിരുന്നില്ലേ, അതിലേക്ക് ആദ്യം ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡറിലേക്ക് 2 സ്പൂൺ പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. ബേക്കിംഗ് പൗഡറിൽ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അതൊന്ന് പതഞ്ഞ് പൊങ്ങി വരും. നമുക്ക് ആ പത വന്ന ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡയറക്റ്റ് പൗഡർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ചിലപ്പോൾ നന്നായിട്ട് മിക്സായി വരില്ല. അതുകൊണ്ടാണ് ഒന്ന് പാലിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സായി കിട്ടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സോഡാ പൗഡറും ഉണ്ട്. അതിനെയും കൂടെ ഒന്ന് ഇതുപോലെ പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വെച്ചിരുന്ന പാല് ഫുള്ളും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സോഡാപ്പൊടിയെല്ലാം നന്നായിട്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും മിക്സായി കിട്ടണം. ഞാൻ ആ സോഡാ പൗഡർ ഇരുന്ന പാത്രത്തിലോട്ട് പാൽ ഒഴിച്ചിട്ടൊന്ന് കലക്കി ഒഴിച്ചതാണത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. നമ്മുടെ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ഈ സോഡാ പൗഡറിൻ്റെ മിക്സ് എല്ലാം നന്നായിട്ട് എത്തണം. അപ്പോൾ അതേ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി
നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പർ ആയാലും മതി. അതിലേക്ക് കുറച്ച് ബട്ടറോ എണ്ണയോ നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫാൻസി വെർമിസെല്ലി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉണ്ടെങ്കിൽ അങ്ങനെ അത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ചാലും മതി. ഞാനിവിടെ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. അതിൽ എന്നിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്, അതിൻ്റെ ആവി ഒന്ന് പുറത്ത് പോകാനായിട്ട്. ഇനി നമുക്കൊരു അടപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്യാം. ഞാനിവിടെ എൻ്റെ ഈ അടപ്പ് കറക്റ്റ് ടൈറ്റ് അല്ലാത്തത് കൊണ്ടാണ് ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തത്. നിങ്ങൾക്ക് നല്ല ടൈറ്റായിട്ടാണ് അടപ്പുള്ളതെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വയ്ക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് അടുപ്പിലേക്ക് വെക്കാം. സിമ്മിൽ വേണം വെക്കാൻ. ഒരു കാരണവശാലും തീ കൂട്ടി വെക്കരുത്. സ്റ്റാർട്ടിങ് മുതലേ സിമ്മിൽ തന്നെയാണ് വെക്കുന്നത്. സിമ്മിൽ വെച്ച് നമുക്കൊരു 20 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ പുറത്തെടുത്തതാണ്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. അപ്പോൾ നമ്മുടെ റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ.